നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കെ ദാമോദരന്റെ അനുസ്മരണാർത്ഥം CPI സംഘടിപ്പിക്കുന്ന ജീവനം അതിജീവനം ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി വിത്തുകൾ വിതരണം ചെയ്തു. താനാളൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം PS സഹദേവൻ നിർവഹിച്ചു. CPI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ നൽകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താനാളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VN കുഞ്ഞാവ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ മൊഴിയഴകിന് മിഴിവെഴുകിയ പ്രദീപ് കുമാർ പടിയിറങ്ങി. ആകാശവാണി മഞ്ചേരി FM-നെ കേരളത്തിലെ റേഡിയോ നിലയങ്ങളുടെ മുൻനിരയിലെത്തിച്ച പ്രോഗ്രാം മേധാവി D പ്രദീപ് കുമാർ ആകാശവാണിയുടെ പടിയിറങ്ങി. ദേവികുളം FM നിലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത്. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഉഴൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ നിന്നും SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വാർഡ് മെമ്പർ സലീന അഷ്റഫിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട് ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയായി. 12 വർഷം മുമ്പ് 2009 ഓഗസ്റ്റ് 1-നാണ് സൗമ്യതയുടെ മുഖമായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചത്. 3.5 പതിറ്റാണ്ട് കാലം രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ മേഖലകളിൽ അമരത്തിരുന്ന മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചെറുമുക്ക് ആമ്പൽപ്പാടം വഴി ചെമ്മാട്ടേക്ക് പാലം നിർമ്മിക്കാൻ ആലോചന. ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ആമ്പൽപ്പാടത്തിന് കുറുകെ CK നഗറിലേക്ക് പാലം നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. യുവ കൂട്ടായ്മ കക്കടിപ്പാറയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവൃത്തി നടത്തി. കക്കടിപ്പാറ മുതൽ മണലിപ്പുഴ നിരപ്പിൽ വരെയുള്ള ഭാഗങ്ങളാണ് ശുചീകരിച്ചത്. യുവ കൂട്ടായ്മ സെക്രട്ടറി മുബാറക് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്നേൽ നൌഷാദിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് തിരുമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മാലിന്യം നിറഞ്ഞ റെയിൽവേ പാലം പരിസരം അധികൃതർ നടപടിയെടുക്കാത്തതോടെ പ്രദേശവാസികൾ ഇറങ്ങി ശുചീകരിച്ചു. മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് യുവജന കൂട്ടായ്മ ശുചീകരണം നടത്തിയത്. തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ പെരിന്തൽമണ്ണയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KP മുസ്തഫയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹൈക്കോടതിയാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി. പോളിംഗ് ഓഫീസർമാരുടെ ഡിക്ലറേഷൻ ഒപ്പില്ലാത്തതിനാൽ 347 ബാലറ്റുകൾ അസാധുവാക്കുകയായിരുന്നു. സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു പ്രധാന തർക്കം. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.